ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് അപ്രിസിയേഷൻ. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതിൻ്റെയും തുടക്കത്തിലും ലാസ്റ്റിലും എഴുതാൻ പറ്റിയ ഒരു 4-5 ലൈൻസാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമുക്ക് 3 പാരഗ്രാഫാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു ഇൻട്രൊഡക്ഷൻ, എക്സ്പ്ലനേഷൻ, കൺക്ലൂഷൻ. അതായത് നമ്മൾ ആദ്യ പാരഗ്രാഫ് എഴുതുമ്പോൾ മെയിനായിട്ട് 2 ഭാഗത്താണ് മാറ്റേണ്ടത്. ഫസ്റ്റ് ആ പോയത്തിൻ്റെ പേരും മാറ്റുക, പിന്നെ രണ്ടാമത്തെ ബ്ലാങ്ക് ആയ ഭാഗത്ത് ആ റൈറ്ററുടെ പേരും വെച്ച് കൊടുക്കുക. ബാക്കി ഒരു ചേഞ്ചസും വേണ്ട, നിങ്ങൾ അതേപോലെ എഴുതി വെച്ചാൽ മതി. ക്ലിയറായോ? സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ ആ ബ്ലാങ്ക് ആയ ഭാഗത്ത് ശരിക്ക് ആ പോയം വായിച്ചിട്ട് ആ പോയത്തിൻ്റെ കണ്ടൻറ്റാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇനി ആ പോയം വായിച്ചിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ ആ പോയം നിങ്ങൾ പാരഗ്രാഫാക്കി എഴുതി വെച്ചാൽ മതി. ക്ലിയറായോ? അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് ഓക്കെ ആയി. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ നമ്മൾ ഒരു ചേഞ്ചസും വേണ്ട, നേരെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാരഗ്രാഫും അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയി. അപ്പോൾ ഏകദേശം 3 പാരഗ്രാഫാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി, പോയത്തിൻ്റെ പേരും റൈറ്ററുടെ പേരും. സെക്കൻഡ് പാരഗ്രാഫ് ആ പോയം നേരെ എഴുതിയെടുക്കാം. ഫൈനൽ പാരഗ്രാഫ് ഒരു ചേഞ്ചസും വേണ്ട. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.